ഹായ് ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സുഖിയൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാരയും കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് നമ്മൾ 1 കിലോ പയർ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പയർ വേവിക്കുമ്പോൾ എപ്പോഴും പയറിന് മുകളിലായിരിക്കണം വെള്ളം വെക്കേണ്ടത്. അതുപോലെ പയർ ഒരുപാട് വെന്ത് പോകാനും പാടില്ല. ഇപ്പോൾ നമ്മുടെ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അവൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് 650 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കിലോ പയറിന് 650 ഗ്രാം ശർക്കരയാണ് കേട്ടോ. ഇത് നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട്. ആ പയറും കൂടി നമ്മുടെ ഈ ശർക്കര പാനിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ അത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ശർക്കരയും പയറും അവലും എല്ലാം നന്നായി മിക്സ് ആവണം. മിക്സ് ആയതിനു ശേഷം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് നന്നായി തണുക്കണം. നന്നായി തണുത്തതിന് ശേഷം നമ്മൾ ഇത് ഓരോ ബോൾസായിട്ട് ഉരുട്ടി വയ്ക്കണം. ബോൾസായിട്ട് ഉരുട്ടിയെടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള മാവ് റെഡിയാക്കാൻ പോകുന്നത്. നമ്മളതിന് വേണ്ടിയിട്ട് ഒരു കിലോ മാവും, ഇപ്പം ഞാനിവിടെ 1 കിലോ പയർ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ 1 കിലോ മാവും അതിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് അതിൻ്റെ ബാറ്റർ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി. അതിനുശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് പാം ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ബോളുകളാക്കി വെച്ചിരിക്കുന്ന ആ പയർ നമ്മളതിൻ്റെ മാവിലേക്ക് ഇട്ടിട്ട് നന്നായി ചൂടായിട്ട് വന്നിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മൾ സുഖിയൻ ഉണ്ടാക്കുമ്പം അതിൻ്റെ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഒത്തിരി ചൂട് കൂടി പോവുകയും ചെയ്യരുത്, അതുപോലെ കുറഞ്ഞു പോവുകയും ചെയ്യരുത്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മൾ സുഖിയൻ്റെ എല്ലാ ബോൾസും ഇട്ട് കൊടുക്കുമ്പോൾ ഇതെല്ലാം കൂടി കട്ടയാവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ദേഹത്തൊന്നും എണ്ണ തെറിക്കാതെ പതുക്കെ നമ്മുടെ ചട്ടകം വെച്ചിട്ട് അത് വിടിയിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ നോക്കുക. അത് വിടിയിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുക. തിരിച്ച് മറച്ചു വിട്ട് വേണം നമ്മളത് മൊരിയിച്ചെടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഏകദേശം നമ്മുടെ സുഖിയൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള സുഖിയൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.